ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 32. അമ്മയ്ക്ക് നേരിട്ട അപമാനത്തിന് പകരം ചോദിക്കാൻ സുരഭി എത്തും എന്ന അനന്തന്റെ പ്രതീക്ഷ തെറ്റിയില്ല. അവൾ ഡിസ്പെൻസറിയിലെത്തി അനന്തനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. അനന്തനെ അപമാനിക്കാവുന്നതിന്റെ അങ്ങേയറ്റമായിട്ടും അനന്തൻ തന്റെ സംയമനം കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചു. നീ എന്താ ധ്യാനിച്ചു നിൽക്കുന്നത് പോലെ? എന്നെ കളിയാക്ക? സുരഭി അനന്തന്റെ കണ്ണടച്ചുള്ള നിൽപ്പ് കണ്ട് ചോദിച്ചു. അല്ല, എന്റെ അടുത്തുള്ള സകല സഹന ശക്തിയും എടുത്ത് നിന്നോട് ക്ഷമിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചിലപ്പോ വന്ന പോലെ 2 കാലിൽ നടന്ന് നിനക്ക് തിരിച്ചു പോവാൻ കഴിയില്ല. അനന്തൻ പറഞ്ഞു. എന്നെ കളിയാക്കണോ? ക്ഷമ നശിച്ചു നിൽക്കുകയാണ് നീ. അപ്പോ നീ എന്നെ അങ്ങ് ഹിംസിച്ചു കളയും എന്നല്ലേ? എങ്കിൽ അതൊന്ന് കാണുമല്ലോ. സുരഭി പറഞ്ഞു. തള്ളയുടെ മോള് തന്നെ. എന്റെ തറവാട്ടിലെ ഔദാര്യത്തിൽ വളർന്നിട്ട് എനിക്കെതിരെ തന്നെ കിടന്ന് തുള്ളുന്നത് കണ്ടില്ലേ? നിന്റെ അമ്മയും ഇങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ചികിത്സ നൽകിയതും. അനന്തൻ പറഞ്ഞു. നീ വീണ്ടും എന്റെ അമ്മയെ അപമാനിക്കുകയാണോ? നീ ചെയ്ത തെറ്റിന് നിന്നെ കൊണ്ട് അമ്മയോട് ഞാൻ മാപ്പ് പറയിക്കുന്ന ഏറ്റിട്ട് തന്നെയാ വന്നത്. ഇല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ നീ നേരിടേണ്ടി വരുമെന്ന് കരുതി നിന്നെ സഹായിക്കാമെന്നും ഞാൻ കരുതി. മാപ്പ് പറഞ്ഞ് പ്രശ്നങ്ങൾ തീരുമെങ്കിൽ തീരട്ടെ എന്നാ കരുതിയത്. പക്ഷെ നിനക്ക് അഹങ്കാരം തീർന്നിട്ടില്ല. നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിക്കണമായിരുന്നു. വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ലല്ലോ. അതും പറഞ്ഞ് സുരഭി ടേബിളിൽ ഇരുന്ന മാഗസിൻ വലിച്ചെറിഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. വാതിൽ വലിച്ചു തുറന്ന ശേഷം അനന്തനെ തിരിഞ്ഞു നോക്കി അവൾ ഇത്ര കൂടി പറഞ്ഞു. നിന്നോട് മുത്തശ്ശൻ ഒരു കാര്യം കൂടി പറയാൻ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അനുവാദവും സമ്മതവും ഇല്ലാതെ ഈ നാട്ടിൽ ഒരു ആയുർവേദ ആശുപത്രിയും ആരും നടത്തില്ലെന്ന്. ഇത് നിന്നെ ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയാ ഞാൻ ഇവിടേക്ക് വന്നത്. സുരഭി അതും പറഞ്ഞ് പുറത്തേക്ക് പോയി. അനന്തൻ അറിയാമായിരുന്നു അവൾ പറഞ്ഞത് സത്യമാണെന്ന്. ഹോസ്പിറ്റൽ നടത്തണമെങ്കിൽ ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കൈപുണ്യവും മാത്രം പോരാ. മരുന്നും സാധനങ്ങളും സ്റ്റോക്ക് എടുക്കണം. ഇവിടെയുള്ള സകല ഡീലർമാരും മുത്തശ്ശന്റെ കൈവെള്ളയിലാണ്. അതിനാൽ അവർ മുത്തശ്ശനെ എതിർത്തുകൊണ്ട് ഒരിക്കലും തങ്ങളുമായി ഒരിടപാടിനും നിൽക്കില്ല. അത് അനന്തനും വ്യക്തമായി അറിയാം. സുരഭി പറഞ്ഞതൊക്കെയും കേട്ട ശേഷം അനന്തന്റെ ഉള്ളിലെ ആദിശേഷൻ ഉണരാൻ വെമ്പൽ കൊണ്ടു. അനന്തൻ പലരെയും ആ കഴിവുകൾ കൊണ്ട് നിലം പരിശാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും സുരഭിക്ക് മുന്നിൽ തന്റെ ദിവ്യശക്തികളൊന്നും ഉടനെ പുറത്തെടുക്കാൻ അനന്തൻ ആഗ്രഹിച്ചിരുന്നില്ല. അനന്തൻ മൂകമായി നിൽക്കുന്നത് കണ്ട വാസുദേവൻ അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എന്താടാ ആലോചിക്കുന്നത്? എനിക്കറിയാം ബാക്കി എല്ലാവരോടും കാണിക്കുന്നത് പോലെ നിനക്ക് ഒരുപാട് ദേഷ്യം അവളോട് കാണിക്കാൻ തോന്നില്ലെന്ന്. പക്ഷെ മോനെ, അവളെ മനസ്സിൽ നിന്ന് കളയണം നീ, കേട്ടോ? നിന്റെ സ്നേഹത്തിനും പ്രണയത്തിനും ഒന്നും അവൾ അർഹയല്ല. മറന്നേക്ക്. അയാൾ സ്നേഹത്തോടെ പറഞ്ഞു. അനന്തൻ പുഞ്ചിരിയോടെ വാസുദേവനെ നോക്കി. തന്റെ കാര്യത്തിൽ അച്ഛൻ എത്രമാത്രം ശ്രദ്ധാലുവാണെന്ന് അവൻ ഓർത്തു. ആ സ്നേഹം മാത്രം മതിയായിരുന്നു അവന് മുന്നോട്ട് ജീവിക്കാൻ ശക്തി പകരാനെ. എന്റെ മനസ്സിൽ അച്ഛൻ കരുതുന്നത് പോലെ യാതൊരു വിഷമവുമില്ല. ആ പെണ്ണ് വന്നത് തന്നെ ഇതുപോലെ വേണ്ടാതീനം പറയാന്. അവള് സ്വയം കരുതുന്നത് അവളെന്തോ ലോക മഹാസംഭവമാണെന്ന്. അതിന്റെയൊക്കെയാണ് ഈ കുഴപ്പം. സാമാന്യ ബോധം പോലും ഇല്ലാത്തവരോട് ദേഷ്യപ്പെട്ടിട്ട് എന്ത് പ്രയോജനം? അതുപോട്ടെ, എന്നോട് പറഞ്ഞത് തന്നെയാ അച്ഛനോട് എനിക്കും തിരിച്ചു പറയാനുള്ളത്. ഇന്ന് നടന്നതെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. അനന്തരം തിരികെ അച്ഛന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. വാസുദേവൻ അനന്തനെ ഒന്നുകൂടി നോക്കി. സുരഭിയുടെ കാര്യത്തിൽ അവന് തെല്ലും വിഷമമില്ലേ? അതോ തന്റെ മുന്നിൽ അങ്ങനെ പ്രകടിപ്പിക്കുന്നതാണോ? തന്റെ മകന്റെ മനസ്സ് എപ്പോഴാണ് ഇത്രയും ദൃഢമായത്? അയാൾ ചിന്തിച്ചു. അച്ഛാ, ഇന്ന് ഡിസ്പെൻസറിയിൽ ഒരാളെ കൂടി താമസിപ്പിക്കാൻ പറ്റുമോ? എന്റെ ഒപ്പം ഒരാൾ കൂടിയുണ്ട്. അനന്തൻ തിരിഞ്ഞ് മാലിനിയെ നോക്കി പറഞ്ഞു. അനന്തൻ ഇവിടെ എത്തുന്നതിന് മുൻപ് തന്നെ വാസുദേവൻ മൃതസഞ്ജീവനിയിൽ നടന്ന കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. അയാൾ മാലിനിയെ നോക്കുമ്പോൾ അവൾ ആശുപത്രിയിൽ വന്ന രോഗികളോടും കൂട്ടിരിപ്പുകാരോടും ഒക്കെ കഥകൾ വിശദീകരിച്ചുകൊണ്ട് പോലീസിനെ വിളിക്കുവാനും തന്നെ രക്ഷിക്കുവാനും ഒക്കെ ആവശ്യപ്പെടുകയാണ്. വാസുദേവന് അല്പം ടെൻഷൻ തോന്നി. മോനെ, ഇതൊക്കെ വേണമായിരുന്നോ? മൃതസഞ്ജീവനിയിലെ പന്തയത്തിന്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞതാ. ഒന്നും വിശദീകരിക്കണ്ട. പക്ഷെ ആ ഔഷധ സസ്യങ്ങൾ ലഭിക്കാൻ ഇവള് ഇങ്ങോട്ട് കൊണ്ടുവരണമായിരുന്നു.
മറ്റൊരു വഴിയും നീ കണ്ടില്ലേ? ഇനി ഇതിന്റെ പിന്നാലെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. ഒരു കാര്യം ചെയ്, നീ ആദ്യം ഇവരെ തിരികെ എത്തിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്. അതിനുശേഷം നമുക്ക് അല്പം നിലവാരമുള്ള തരത്തില് ബിസിനസ് അതിന്റെ രീതിയിൽ തന്നെ സംസാരിക്കാം. ഇതുപോലെയുള്ള തരം താഴ്ന്ന വഴികളൊക്കെ എന്തിനാ മോനെ? വാസുദേവൻ ചോദിച്ചു. അച്ഛന്റെ ഉപദേശം കൊണ്ടൊന്നും അനന്തന്റെ മനസ്സ് മാറിയില്ല. അച്ഛൻ അറിയില്ലല്ലോ നാഗലോകത്ത് താൻ എത്രയേറെ യുദ്ധം നടത്തിയിട്ടുണ്ടെന്ന്. എന്നിട്ട് അതിലൊക്കെ വിജയവും കൈവരിച്ചിട്ടുണ്ട്. ആ യുദ്ധങ്ങളെല്ലാം നാഗലോകത്തെ മാത്രം നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഭൂമിയിലെ പല നിയമങ്ങളും ആ യുദ്ധത്തിൽ തച്ചു തകർക്കപ്പെട്ടിരുന്നു. പക്ഷേ അനന്തൻ ഇപ്പോൾ നാഗലോകത്തല്ല, ഭൂലോകത്തിലാണ്. ഇവിടെ നിൽക്കുമ്പോൾ അല്പമെങ്കിലും ഇവിടത്തെ നിയമത്തിന് വഴങ്ങിക്കൊടുക്കേണ്ടതായി വരും. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ അനന്തൻ ആദ്യം ചെയ്യുക മാലിനിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയായിരുന്നു. അവളുടെ അഹങ്കാരത്തിന് അങ്ങനെ ഒരു ശിക്ഷ നൽകി കഴിഞ്ഞ ശേഷം മാത്രമേ അവൻ ഔഷധ സസ്യങ്ങൾക്ക് വില പേശൽ പോലും നടത്തൂ. അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അരുതാത്തതൊന്നും സംഭവിക്കില്ല. ഇനി അഥവാ സംഭവിച്ചാൽ തന്നെ ജഗനുണ്ടല്ലോ ഇവിടെ, കാര്യങ്ങളൊക്കെ അവൻ നോക്കിക്കോളും. പിന്നെ എന്റെ കാര്യം, അതും അച്ഛൻ പേടിക്കണ്ട. എനിക്ക് എന്റെ പരിധികളൊക്കെ നന്നായിട്ട് അറിയാം. അതിനപ്പുറം ഞാൻ ഒന്നും ചെയ്യില്ല. അച്ഛനുണ്ടാക്കിയ സൽപ്പേരിന് ഒരു കുറവും ഞാനായിട്ട് വരുത്തില്ല, അനന്തൻ പറഞ്ഞു. വാസുദേവൻ സംശയത്തോടെ തലയാട്ടി. മകനിൽ അയാൾക്ക് പൂർണ്ണ വിശ്വാസമാണെങ്കിലും ജീവിതത്തിലേക്ക് തിരികെ വന്നതിന് ശേഷം ഓരോ ദിവസവും അവൻ തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ധൈര്യം, ക്ഷമത, ജ്ഞാനം, ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും ചേർന്ന ഒരു ഉത്തമനായ പുരുഷൻ. ഇപ്പോൾ അതാണ് അനന്തൻ. അപകടം സംഭവിക്കുന്നതിന് മുൻപുള്ള അനന്തനും അതിനുശേഷമുള്ള അനന്തനും തമ്മിൽ ഒരു കടലോളം അന്തരമുണ്ടെന്ന് അയാൾ ചിന്തിച്ചു. അനന്തൻ ഈ സമയം മാലിനിയുടെ അരികിലേക്ക് വന്നു. അവൾക്ക് കാവലായി അരികിൽ ജഗനുണ്ട്. മാലിനിയുടെ മുഖം ദേഷ്യം കൊണ്ട് ഇരുണ്ട് കയറിയിട്ടുണ്ട്. ഇതുവരെ തന്നെ കണ്ടാൽ തൊഴുതു മാറി നിൽക്കുമായിരുന്നു സാധാരണക്കാർ. എന്നിട്ടിപ്പോൾ ഒരു തടവു പുള്ളിയെ പോലെ ഇവർക്കിടയിൽ. എല്ലാവരും അടക്കം പറഞ്ഞ് ചിരിക്കുന്നു. തനിക്ക് കിട്ടിയിരുന്ന ബഹുമാനം ഇപ്പോൾ ആരുടെയും കണ്ണിൽ കാണാൻ കഴിയുന്നില്ല. എല്ലാം നഷ്ടമായിരിക്കുന്നു. അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു. അനന്തൻ മുന്നിലെത്തിയതും അവൾ ചാടി എഴുന്നേറ്റു. ഇനി എത്ര നേരം കൂടി എന്നെ ഇങ്ങനെ പിടിച്ചു വെക്കാനാ നിന്റെ ഉദ്ദേശം? അവൾ ഈർഷ്യയോടെ ചോദിച്ചു. ഓ, ഇവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്ന് മുഷിഞ്ഞു കാണും. സാരമില്ല, നിനക്ക് അകത്തൊരു മുറി റെഡിയാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശരിയോ? പിന്നെ ഇത് നിന്റെ സൗകര്യത്തിന് വേണ്ടിയാണെന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കരുത്. നീ ഒരുപാട് നേരം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ രോഗികൾക്ക് ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരുക്കങ്ങൾ. അനന്തൻ അവളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്താ കരുതി വെച്ചിരിക്കുന്നേ? ജീവിതകാലം മുഴുവൻ എന്നെ ഈ തടവറയിലിട്ട് അടയ്ക്കാവുന്നോ? എന്റെ മുത്തശ്ശൻ എങ്ങാനും ഈ വിവരം അറിഞ്ഞാലേ അതോടെ തീരും നീ. അദ്ദേഹം ഇവിടെ വന്ന നിന്റെ ഈ പെട്ടിക്കട പോലെയുള്ള ആശുപത്രി ഒന്നും പിന്നെ ബാക്കി വെച്ചേക്കില്ല. മാലിനി ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു. അത് ശരി, നിന്റെ മുത്തശ്ശൻ അത്രയ്ക്ക് മോശം സമയമാണെങ്കിൽ പുള്ളി എന്തായാലും ഇവിടെ വരും. പാവം, അദ്ദേഹത്തിന്റെ വിധിയെ തകർക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. അനന്തൻ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് കണ്ട് മാലിനി ദേഷ്യം അടക്കാൻ കഴിയാതെ പല്ലു ഞെരിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് അനന്തൻ പുതിയ ഏതോ മരുന്ന് തയ്യാറാക്കേണ്ട വിധി ഒരു ബുക്കിൽ എഴുതി വെക്കുന്നതിനിടെയാണ് പുറത്ത് ഒരു കാറിൽ ആരൊക്കെയോ വന്നിറങ്ങുന്നത് കാണുന്നത്. ആ കാറിന്റെ ശബ്ദം കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് ആയിട്ടുണ്ട്. അത്രയ്ക്ക് വിലയേറിയ കാറാണത്. അതിൽ നിന്നും ഇറങ്ങി വന്ന ആളെ അനന്തൻ കണ്ടു. ഒരു 6 അടിയോളം പൊക്കമുള്ള യുവാവ്. മുഖത്ത് ക്രൂരമായ ഒരു പുഞ്ചിരിയുണ്ട്. അന്നാട്ടിലെ പെൺകുട്ടികളിൽ പലരും അയാളെ രഹസ്യമായി ആരാധിച്ചിരുന്നു. അന്ന് ഡിസ്പെൻസറിയിൽ പുതിയ രോഗികൾ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ തിരക്കും കുറവായിരുന്നു. അയാളെ കണ്ടതും നഴ്സുമാർ പരസ്പരം അടക്കം പറയാൻ തുടങ്ങി. എന്തൊരു ഗ്ലാമറാണ് അല്ലടി? അതെ, ഒരു സിനിമാ നടൻ ലുക്കൊക്കെ ഉണ്ട്. ആ കാറ് കണ്ടില്ലേ നീ? ആളത്ര നിസ്സാരക്കാരനല്ല. നല്ല വില കൂടിയ കാറാ. ഈ നാട്ടില് ചുരുക്കം ചിലർക്ക് മാത്രമേ ഉള്ളൂ ഇത്തരം വണ്ടികൾ. ഈ കാറ് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ. കണ്ടിട്ട് നമ്മുടെ രോഹൻ ശർമ്മയുടെ കാറ് പോലെ തന്നെയുണ്ട്. രോഹൻ ശർമ്മയോ? അദ്ദേഹത്തിന് ഇവിടെ വരേണ്ട കാര്യം എന്താ? ഇനി അദ്ദേഹം തന്നെയാണോ ഇത്? നഴ്സുമാരുടെ അടക്കം പറച്ചിലുകൾ തുടരവേ അയാൾ അകത്തേക്ക് കയറി. ചുറ്റും നോക്കിയെങ്കിലും താൻ തേടി വന്ന വ്യക്തിയെ കാണാത്തതിലുള്ള അരിശത്തോടെ അയാൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു. ഇവിടുത്തെ ഇൻചാർജ് എവിടെ?
എന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ട് വരാൻ ധൈര്യം കാണിച്ച ഏതവനാണ് ഇവിടെ ഉള്ളത്? രോഹൻ ശർമ്മ വിളിച്ചു ചോദിച്ചു. എന്ത്? രോഹൻ ശർമ്മയുടെ ഗേൾഫ്രണ്ടിനെ കാണാതായെന്നോ? അവരെയാണോ അനന്തൻ സാറ് തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്? ഇത് പ്രശ്നമാവും. വേഗം ചെന്ന് അനന്തൻ സാറിന് വിവരം അറിയിക്കേ, ഒരു നേഴ്സ് പറഞ്ഞു. ഒരാൾ അനന്തനോട് കാര്യം പറയാനായി പോയി. മറ്റു ചിലർ മാലിനിയെ ഇരുത്തിയിരുന്ന മുറിയുടെ അരികിലേക്കും പോയി. അകത്ത് മുറിയിൽ അക്ഷമയായി ഉലാത്തുകയായിരുന്നു മാലിനി. അവർ മാലിനിയുടെ ബ്രാൻഡഡ് വസ്ത്രങ്ങളും കാതിലും കഴുത്തിലും അണിഞ്ഞിരിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുമൊക്കെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു. രോഹൻ ശർമ്മയുടെ ഗേൾഫ്രണ്ട് ആകാനുള്ള മതിപ്പൊക്കെയുണ്ട്, അവർ അസൂയയോടെ പറഞ്ഞു. അസൂയ മാത്രമല്ല, അതിലുപരി ഭയവും ഉണ്ടായിരുന്നു. കാരണം മാലിനിയെ തട്ടിക്കൊണ്ടു വന്നതിന് പകരം ചോദിക്കാനാണ് രോഹൻ വന്നത് എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അല്പനേരം മുൻപാണ് ജഗൻ മാലിനിയെ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് ആ മുറിയിൽ അടച്ചിട്ടത്. രോഹൻ ശർമ്മയുടെ പെണ്ണാണ് മാലിനി എന്ന് ഒരു സൂചനയെങ്കിലും ലഭിച്ചിരുന്നുവെങ്കിൽ ആരെങ്കിലും ജഗനെ ഇതിൽ നിന്നെല്ലാം തടഞ്ഞേനെ. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നോർത്ത് പേടിയോടെ നിൽക്കുന്നവർക്കിടയിലേക്ക് അനന്തൻ വന്നതും രോഹൻ ശർമ്മ അവന്റെ കോപം അടക്കാൻ കഴിയാതെ അവന്റെ അരികിലേക്ക് വന്നു. രോഹൻ ആ മുറിയിലേക്ക് നോക്കി. വാതിലിന്റെ ഗ്ലാസിലൂടെ അയാൾ കണ്ടു തന്നെ നോക്കാതെ മനഃപൂർവ്വം മുഖം തിരിച്ചിരിക്കുന്ന മാലിനിയെ. അവന്റെ മുഖത്ത് അപമാന ഭാരം വന്നു നിറഞ്ഞു. അവൾ തന്നെ ഒന്ന് നോക്കാൻ പോലും കൂട്ടാക്കാത്തത് കണ്ട് അടങ്ങാത്ത കലിയോടെ രോഹൻ അനന്തനെ നോക്കി. രോഹൻ ശർമ്മയുടെ പ്രതികാരം എന്തായിരിക്കും? അനന്തന് മൃതസഞ്ജീവനി സ്വന്തമാക്കാൻ സാധിക്കുമോ? അധ്യായം 33. കാണാതെയായ കാമുകിയെ തേടി രോഹൻ ശർമ്മ അനന്തന്റെ ഡിസ്പെൻസറിയിലെത്തി. മാലിനിയാണ് രോഹൻ ശർമ്മയുടെ കാമുകി എന്ന് തിരിച്ചറിഞ്ഞ അവിടുത്തെ സ്റ്റാഫുകൾ വല്ലാതെ പരിഭ്രമിച്ചു. ജഗൻ മാലിനിയെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് മുറിയിൽ അടച്ചത് അയാൾ അറിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം എന്ന് ആർക്കും അറിയില്ല. രോഹൻ ശർമ്മ മാലിനിയെ നോക്കുമ്പോൾ അവൾ മുഖം തന്നിൽ നിന്നും വെട്ടിച്ചു മാറ്റുന്നതാണ് കണ്ടത്. അതയാൾക്ക് കൂടുതൽ വിഷമമുണ്ടാക്കി. അയാൾ മുറിയുടെ കൊളുത്ത് തുറന്ന് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. മാലിനി, താൻ ഓക്കെയല്ലേ? തന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ? ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ എത്തിയല്ലോ, അയാൾ ആവേശത്തോടെ പറഞ്ഞു. പക്ഷെ മാലിനി തന്റെ ചുമലിൽ ഇരിക്കുന്ന രോഹൻ ശർമ്മയുടെ കൈ തട്ടി മാറ്റുകയാണ് ചെയ്തത്. രോഹൻ എന്തിനാ ഇവിടെ വന്ന്? അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അവൾ താല്പര്യമില്ലാത്തതുപോലെ സംസാരിച്ചു. ആവശ്യമില്ലെന്നോ? താനെന്താ ഈ പറയുന്നത്? മൃതസഞ്ജീവനിയിൽ എന്തോ പ്രശ്നം ഉണ്ടായതെല്ലാം ഞാൻ അറിഞ്ഞു. എനിക്ക് അപ്പൊ തന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല, അതിനോട് ക്ഷമിക്കേ. എനിക്കറിയാം, ഞാൻ അപ്പോഴേ എത്തിയിരുന്നുവെങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നില്ല. പക്ഷെ നോക്കിക്കോ, ഇവരെ എല്ലാവരും ഞാനൊരു പാഠം പഠിപ്പിക്കും. രോഹൻ മാലിനിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അതിന് രോഹൻ ഇത്രയും ദൂരം വരേണ്ടതിന്റെ യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്റെ മുത്തച്ഛൻ വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്തോളൂ. അദ്ദേഹം എന്നെ ഇവിടുന്ന് രക്ഷിക്കുക മാത്രമല്ല, ഈ ഡിസ്പെൻസറി ചുട്ട് ചാമ്പലാക്കുകയും ചെയ്യും, അവൾ ഗർവോടെ പറഞ്ഞു. അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. തന്റെ മുത്തശ്ശൻ തനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യും, എനിക്ക് അതിൽ ഒരു ഡൗട്ടുമില്ല. അദ്ദേഹത്തിന് ഇതൊക്കെ നിഷ്പ്രയാസം ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിനു വേണ്ടി ഇവിടേക്ക് അദ്ദേഹത്തെ വരുത്തേണ്ട ആവശ്യമുണ്ട്. ഞാനില്ല ഇവിടെ. തനിക്ക് ഏറ്റ അപമാനത്തിന് പകരമായി ഇവിടം ചുട്ട് ചാമ്പലാക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഞാനില്ലേ? തനിക്ക് വേണ്ടി എന്തും ചെയ്യും. രോഹൻ ശർമ്മ വാക്ക് നൽകി. അവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ അനന്തൻ അങ്ങോട്ടേക്ക് എത്തി. ആർക്കാണ് എന്റെ ഹോസ്പിറ്റലിന് തീയിടേണ്ടത്? അനന്തൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു. എനിക്കാണ്. രോഹൻ ശർമ്മ മാലിനിയുടെ അടുത്ത് നിന്നും എഴുന്നേറ്റ് നിവർന്നു നിന്നുകൊണ്ട് പറഞ്ഞു. അനന്തന്റെ സമീപം നിൽക്കുന്ന ജഗനെ കണ്ടതും രോഹന്റെ മുഖത്ത് ഭീതി നിറഞ്ഞു. പക്ഷെ അത് അധികം പ്രകടമാകാതെ നിയന്ത്രിച്ചുകൊണ്ട് രോഹൻ സംസാരിച്ചു തുടങ്ങി. നിനക്കൊക്കെ എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ഈ രോഹൻ ശർമ്മയുടെ പെണ്ണിനെ തട്ടിക്കൊണ്ടുവന്നത്? ഇതിന്റെ പ്രത്യാഘാതം നിനക്കൊന്നും ഊഹിക്കാൻ പോലും കഴിയില്ല. നിമിഷങ്ങൾ, വെറും നിമിഷങ്ങൾ മാത്രം മതി എനിക്ക് നിന്റെ ഈ ക്ലിനിക്ക് മുഴുവൻ ഒളിച്ചെടുക്കാൻ, രോഹൻ വിളിച്ചു പറഞ്ഞു. ഇവിടെ തന്റെ കാമുകിയും ഗേൾഫ്രണ്ടും ഒന്നുമില്ല. ഞാൻ തന്റെ ആരുമല്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങളോട് ആരാണ് പറഞ്ഞത് എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കാൻ? ആരെങ്കിലും ക്ഷണിച്ചോ? മാലിനി പറയുന്നത് കേട്ട് രോഹൻ ശർമ്മയുടെ മുഖമിരുണ്ടു.
മാലിനിയിൽ നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം ആരും പ്രതീക്ഷിച്ചതല്ല. അനന്തനും ജഗനുമൊക്കെ രോഹൻ ശർമ്മയുടെ നിൽപ്പും ഭാവവും കണ്ട് ചിരി അടക്കി പിടിച്ച് നിൽക്കുകയാണ്. മാലിനി, നമ്മൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ പിന്നീട് സംസാരിക്കാം. ഇപ്പൊ അതിനുള്ള സമയമല്ല. താൻ എന്റെ കാമുകയാണെന്ന് പറയുന്നതാണ് തനിക്ക് പ്രശ്നമെങ്കിൽ ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ നല്ലൊരു സുഹൃത്തായിട്ട് കരുതാലോ. എന്റെ സുഹൃത്തിനെ തട്ടിക്കൊണ്ടുവരാൻ ആരാണ് ഇവിടെ ധൈര്യം കാണിച്ചത്? രോഹൻ ശർമ്മ വീണ്ടും വലിയ വായിൽ ബഹളം വെക്കുന്നത് കണ്ട് അനന്തൻ ചിരി അടക്കാൻ കഴിയാതെ വിങ്ങി പൊട്ടിച്ചിരിച്ചു. അനന്തനെ കണ്ട് രോഹൻ ശർമ്മയ്ക്ക് ദേഷ്യം വന്നു. എപ്പോഴോ ഈ മണ്ടൻ അവളുടെ കെണിയിൽ വീണതാണെന്നാ തോന്നുന്നത്. ആവശ്യം കഴിഞ്ഞപ്പോ അവൾ ഇവനെ നൈസായിട്ട് അങ്ങ് തേച്ചു. പാവത്തിന് ഇപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. അനന്തൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മിസ്റ്റർ രോഹൻ, ഇത്രയൊക്കെ അപമാനം സഹിച്ചിട്ടും ഇപ്പോഴും താങ്കൾ ഈ മാലിനിയുടെ സുഹൃത്തോ കാമുകനോ ഒക്കെ ആണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഇവരെനിക്ക് തരാനുള്ള കടം താങ്കൾ തന്നെ വീട്ടിക്കോളൂ. എന്നിട്ട് അവളെ ഇവിടെ നിന്നും കൊണ്ടുപോയിക്കോളൂ. ആരും തടയില്ല. കൂടുതൽ പ്രശ്നങ്ങളുടെ ഒരാവശ്യവുമില്ല. അനന്തന്റെ സംസാരം കേട്ട രോഹൻ അല്പം സമാധാനിച്ചു. കാരണം അവൻ ഇവിടെ വരുമ്പോൾ കൃത്യമായി അറിയില്ലായിരുന്നു എന്താണ് അനന്തനും മാലിനിയും തമ്മിലുള്ള പ്രശ്നമെന്ന്. ഇതിപ്പോൾ എന്തോ കടത്തിന്റെ കാര്യമാണെന്ന് കേട്ടപ്പോൾ രോഹന് ശരിക്കും സമാധാനമായി. കാരണം എത്ര രൂപയുടെ കടമാണെങ്കിലും തനിക്ക് അത് വീട്ടാൻ കഴിയുമെന്ന വിശ്വാസമുണ്ടായിരുന്നു രോഹന്. എന്നാൽ ഇപ്പോൾ കയ്യിൽ അധികം പൈസ കരുതിയിട്ടില്ല താനും. എന്നിരുന്നാലും അനന്തനെ പോലെ ഒരു പാവപ്പെട്ട പയ്യനുമായി മാലിനിക്ക് എത്ര രൂപയുടെ ബാധ്യത വരാനാണ്? എത്രയായാലും ആ തുക തനിക്ക് നിസ്സാരമായിരിക്കും. രോഹന്റെ മനസ്സിലെ ചിന്തകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഓഹോ, അപ്പോ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയാണ് താൻ എന്റെ മാലിനിയെ. നിനക്കെന്താ വേണ്ടത്? നിനക്ക് തരാനുള്ളത് എന്തായാലും അത് ഞാൻ തന്നു തീർക്കും. പോരെ? രോഹൻ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഉറപ്പാണല്ലോ അല്ലേ? പിന്നീട് മാറ്റി പറയേണ്ടി വരരുത്. ഒരാളുടെ കടം ഏറ്റെടുക്കുന്നതിന് മുൻപായി കുറഞ്ഞത് അതിന്റെ വലിപ്പം എത്രയാണെന്ന് അറിയേണ്ടത് അനിവാര്യമാണ്. പിന്നീട് അത് സ്വയം താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലോ? അനന്തൻ പറഞ്ഞു. കൊള്ളാം, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല എന്ന് തോന്നുന്നു. എന്റെ ആസ്തി എത്രയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ഈ മണ്ടത്തരം പറയില്ലായിരുന്നു. ആകാശത്തിന് കീഴിലുള്ള എന്തും നേടാൻ എനിക്ക് കഴിയും. പിന്നെയാണ് ഈ തുക്കട ആശുപത്രിയിലെ നിന്നെപ്പോലൊരു പീറ ചെറുക്കന്റെ കടം. രോഹൻ അഹങ്കാരത്തോടെ വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണോ? ആകാശത്തിന് കീഴിലുള്ളത് എന്തും സ്വന്തമാക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. എനിക്ക് വേണ്ടത് കുറച്ച് ചെടികളാണ്. അനന്തൻ പറഞ്ഞു. ഛേ, കുറച്ച് ചെടികൾക്ക് വേണ്ടിയാണോ നീ എന്റെ മാലിനിയെ പിടിച്ചുകൊണ്ട് വന്നത്? കഷ്ടം തന്നെ. ഇത്രയും നിസ്സാരമായ കാര്യത്തിന് ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കണമായിരുന്നോ? പറ, നിനക്ക് ഏത് ചെടികളാണ് വേണ്ടത്? രോഹൻ ചോദിച്ചു. അധികമൊന്നും വേണ്ട. മൃതസഞ്ജീവനി ഗാർഡൻസിലെ എല്ലാ ഔഷധ സസ്യങ്ങളും എനിക്ക് വിട്ടു തന്നാൽ മാത്രം മതി. അനന്തൻ പറയുന്നത് കേട്ട് രോഹൻ ശർമ്മ ഞെട്ടി. എന്ത്? മൃതസഞ്ജീവനിയിലെ മുഴുവൻ സസ്യങ്ങളും? നീ എന്താ കുട്ടിക്കളി കളിക്കുക? ആദ്യം പൈസ എന്ന് പറഞ്ഞു, പിന്നെ കുറച്ച് ചെടി, എന്നിട്ടിപ്പോ മൃതസഞ്ജീവനിയിലെ മുഴുവൻ ചെടിയും വേണമെന്നോ? രോഹൻ ശർമ്മ കേട്ടത് വിശ്വാസമാകാതെ പറഞ്ഞു. രോഹൻ ശർമ്മ മാലിനിയെ നോക്കുമ്പോൾ അവൾ തികച്ചും നിശബ്ദയായിരുന്നു. സാധാരണ അവൾ ആരുടെ മുന്നിലും തല കുനിച്ച് മൗനം പൂണ്ടിരിക്കുന്നത് രോഹൻ കണ്ടിട്ടേയില്ല. പക്ഷേ മാലിനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, അതിൽ നിന്നും രോഹൻ മനസ്സിലാക്കി താൻ വന്ന് പെട്ടിരിക്കുന്ന പ്രശ്നം ഗുരുതരം തന്നെയാണെന്ന്. പക്ഷേ എന്റെ അറിവിൽ മൃതസഞ്ജീവനി ഗാർഡൻസ് നായർ ഫാമിലിയുടെ ഉടമസ്ഥതയിലല്ലേ? അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ എങ്ങനെയാണ് അവൾക്ക് കഴിയുക? നിങ്ങൾക്ക് എന്തോ തെറ്റുപറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. രോഹൻ ശർമ്മ പറഞ്ഞു. തെറ്റുപറ്റിയത് എനിക്കല്ല, നിങ്ങൾക്കും നിങ്ങളുടെ കാമുകിക്ക്, സോറി, സുഹൃത്തിനുമാണ്. അത് സാരമില്ല. ആ ഗാർഡൻസിലെ ചെടികളുടെ വില എത്ര വരും? വരൂ, നമുക്ക് അതിനെപ്പറ്റി അവിടെ ഇരുന്ന് സംസാരിക്കാം. അനന്തൻ ഒരു കള്ളച്ചിരിയോടെ രോഹൻ ശർമ്മയുടെ തോളിൽ കൈവച്ച് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങി. അനന്തന്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് രോഹൻ ശർമ്മ സംസാരിച്ചു. സംസാരിക്കാനോ? ഇനി എന്ത് സംസാരിക്കാൻ? നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ മാലിനിയെ വിട്ടേക്ക്. അവളുടെ കുടുംബക്കാരിങ് എത്തിക്കഴിഞ്ഞാ നിന്റെ കഥ കഴിഞ്ഞത് തന്നെ. രോഹൻ ഇപ്പോൾ അനന്തനെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ സംസാരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. അനന്തൻ ചോദിച്ചത് പ്രകാരം ഗാർഡനിലെ മുഴുവൻ ചെടികളും വാങ്ങി നൽകണമെങ്കിൽ കുറഞ്ഞത്
10 കോടി രൂപയെങ്കിലും ആകും. മുൻപൊരിക്കൽ ഒരു വലിയ പണക്കാരൻ മൃതസഞ്ജീവനിയിൽ നിന്നും ചെടികൾ മുഴുവൻ ലേലത്തിൽ പിടിച്ചത് 13 കോടി രൂപയ്ക്കാണ്. അത്രയും തുക രോഹന്റെ കൈവശം ഇപ്പോഴില്ല. അവൻ വളരെ വലിയ ഒരു ധനിക കുടുംബത്തിലെ കണ്ണിയാണെങ്കിൽ പോലും അത്രയും പണം പെട്ടെന്ന് ഒന്നിച്ചെടുക്കാൻ അയാൾക്ക് ഇപ്പോൾ സാധിക്കില്ല. അനന്തൻ ആദ്യമേ ഉപദേശിച്ചതുപോലെ കടത്തിന്റെ വലിപ്പം അറിയാതെ കയറി പുലുവാൽ പിടിക്കേണ്ടിയിരുന്നില്ല എന്ന് രോഹൻ ഇപ്പോൾ തോന്നുന്നുണ്ട്. എന്താ, കാശ് തരാൻ ഉദ്ദേശമില്ലേ? എന്നാ നിന്ന് സമയം പാഴാക്കണ്ട, ഇവിടുന്ന് വേഗം ഇറങ്ങിക്കോളൂ. മാലിനിയെ ഇവിടെ ആരും ഉപദ്രവിക്കില്ല, അവൾ സുരക്ഷിതയായിരിക്കും, അനന്തൻ പറഞ്ഞു. നീ ആരോടാ കളിക്കുന്നതെന്ന് നിനക്കറിയില്ല, രോഹൻ ശർമ്മ വിരൽ ചൂണ്ടിക്കൊണ്ട് അനന്തനോട് പറഞ്ഞു. അനന്തൻ അല്പം പോലും സമയം കളയാതെ തനിക്ക് നേരെ നീട്ടിപ്പിടിച്ച രോഹന്റെ വിരലിൽ പിടുത്തമിട്ടു. അനന്തൻ അധികം ശക്തി പ്രയോഗിച്ചില്ലെങ്കിൽ പോലും രോഹന് ശരീരം ആകെ തളരുന്നത് പോലെ തോന്നി. വിരലിന് വേദന അനുഭവപ്പെട്ടതിനൊപ്പം ശരീരത്തിൽ നിന്നും കുറേശ്ശെ ഊർജം ചോർന്നു പോകുന്നത് പോലെ. രോഹൻ തളർച്ചയോടെ നിലവിളിച്ചു. രോഹന്റെ ഒപ്പം വന്ന ബോഡി ഗാർഡ്സ് അനന്തന് നേർക്ക് പാഞ്ഞു വന്നെങ്കിലും അവരെയെല്ലാം ജഗൻ അടിച്ചു നിലം പരിശാക്കി. ജഗന്റെ വേഗത കണ്ട് മാലിനിയും രോഹനും മറ്റു സ്റ്റാഫുകളും കണ്ണ് ചിമ്മാതി നിന്നു. എന്റെ വിരലിൽ നിന്ന് പിടിവിട്, എനിക്ക് നോവുന്നു, രോഹൻ പുളഞ്ഞുകൊണ്ട് പറഞ്ഞു. ശരി, ഞാൻ തൽക്കാലം ക്ഷമിക്കുന്നു. നിങ്ങൾക്ക് സുഖമില്ലാത്തതല്ലേ, അതുകൊണ്ടുകൂടി എന്റെ മനസ്സലിഞ്ഞതാണെന്ന് കരുതിക്കോളൂ, അനന്തൻ പറഞ്ഞു. സുഖമില്ലാത്തതോ? ആർക്ക്? നിനക്കായിരിക്കും, തലയ്ക്ക്. എനിക്ക് യാതൊരുവിധ അസുഖമില്ല, രോഹൻ ശർമ്മ അസഹിഷ്ണുതയോടെ പറഞ്ഞു. ഉറപ്പാണോ? നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള രോഗങ്ങളുമില്ലേ? സത്യം പറയ്, അനന്തൻ ചോദിച്ചു. അത് നിനക്കെങ്ങനെ മനസ്സിലായി? രോഹൻ ചോദിച്ചു. വിരലിൽ പിടിച്ചപ്പോഴുള്ള ശരീരത്തിന്റെ തളർച്ച, ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു, അങ്ങനെ പല ലക്ഷണങ്ങളും. സത്യം പറയാൻ ഇനിയും തയ്യാറല്ലേ? എങ്കിൽ പിന്നെ വേണ്ട. നിങ്ങളുടെ ശ്വാസകോശത്തിന് സാരമായ പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ ചികിത്സ ആവശ്യമില്ല എന്നാണെങ്കിൽ ഞങ്ങൾക്കും യാതൊരു നിർബന്ധവുമില്ല. അനന്തൻ പറയുന്നത് കേട്ട് രോഹൻ ശർമ്മ ശരിക്കും ഞെട്ടി. കാരണം ഇപ്പോൾ പോലും രോഹന്റെ തലയുടെ ഇരുവശങ്ങളും പൊട്ടിപ്പിളരുന്ന വേദനയോടെയാണ് അവൻ നിൽക്കുന്നത്. അനന്തനിൽ ഒരു മികച്ച വൈദ്യനുണ്ടെന്ന് അവന് തോന്നി. പലയിടങ്ങളിലും ചികിത്സ പരീക്ഷിച്ചിട്ട് ഫലം കാണാതെ ദീർഘനാളായി താൻ ഈ വേദന സഹിച്ച് ജീവിക്കുകയാണ്. ശത്രുസ്ഥാനത്താണെങ്കിലും അനന്തനിലെ വൈദ്യനെ താൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് അവനെ ഇനി ആശ്രയിക്കുക? രോഹൻ നിസ്സഹായനായി മാലിനിയെ നോക്കി. രോഹൻ അനന്തനിൽ നിന്ന് ചികിത്സ നേടുമോ? മാലിനി എങ്ങനെയായിരിക്കും അവിടെ നിന്നും രക്ഷപ്പെടുക? അധ്യായം 34. തന്റെ നേർക്ക് വിരൽ ചൂണ്ടിയ രോഹൻ ശർമ്മയുടെ വിരലിൽ അനന്തൻ ഒന്ന് സ്പർശിച്ചതും അയാളുടെ രോഗാവസ്ഥയെ അനന്തന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ശ്വാസകോശ സംബന്ധമായ എന്തോ അസുഖം അയാൾക്കില്ലേ എന്ന് അനന്തൻ ചോദിച്ചത് കേട്ട് രോഹൻ ഒന്ന് ഞെട്ടി. ആദ്യം അയാളത് സമ്മതിച്ചില്ല എങ്കിലും അനന്തൻ രോഗലക്ഷണങ്ങൾ വിശദീകരിച്ചപ്പോൾ അനന്തനിലെ വൈദ്യനെ രോഹൻ വിശ്വസിച്ചു. എന്റെ വിരലിൽ നിന്ന് ആദ്യം പിടിവിടൂ, രോഹൻ അസ്വസ്ഥതയോടെ പറഞ്ഞു. അനന്തൻ രോഹന്റെ വിരലിൽ നിന്ന് പിടിവിട്ടതും ശരീരത്തിന്റെ ബാലൻസ് തെറ്റി രോഹൻ 2 അടി പുറകിലേക്ക് പോയി വീഴാതെ പിടിച്ചു നിന്നു. ഇത്രയേറെ ആരോഗ്യമില്ലാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾ അധിക നാള് ജീവിച്ചിരിക്കില്ല. എന്നാണ് അവസാനമായിട്ട് രക്തം ഛർദ്ദിച്ചത്? അനന്തൻ ഗൗരവത്തോടെ ചോദിച്ചു. നിങ്ങൾ അനാവശ്യം പറയരുത്, എനിക്ക് അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നമുക്ക് മാലിനിയെ മോചിപ്പിക്കുന്ന കാര്യത്തിലേക്ക് വരാം, രോഹൻ പറഞ്ഞു. മാലിനിയെ മോചിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അവളുടെ മുത്തശ്ശൻ അതിനുള്ള കഴിവുണ്ടെന്നല്ലേ വീമ്പ് പറയുന്നത്? നമുക്ക് നോക്കാം, അദ്ദേഹം കൂടി വരട്ടെ. ഞാൻ ആവശ്യപ്പെട്ട ചെടികൾ കിട്ടാതെ എന്തായാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല, അനന്തൻ തീർത്ത് പറഞ്ഞു. ശരി, അങ്ങനെയാവട്ടെ. ഞാൻ ഏതായാലും നിങ്ങളുടെ ഇടയിൽ അവളെ തനിച്ച് വിട്ടിട്ട് പോകില്ല. അവളെ കൊണ്ടുപോവാൻ ആരെങ്കിലും വരുന്നത് വരെ ഞാനും ഇവിടെ തന്നെ കാണും, രോഹൻ പറഞ്ഞു. അത് നല്ല തീരുമാനമാ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ രോഗികളും സ്റ്റാഫുകളും അല്ലാതെ ആർക്കും തങ്ങാൻ അനുവാദമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ഇവിടെ താമസിക്കണമെന്നാണെങ്കിൽ നിങ്ങൾ ഇവിടെ എനിക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടി വരും. രാത്രിയാവുന്നു. തീരുമാനം എന്തായാലും വേഗം വേണം,
അനന്തൻ പറഞ്ഞു. എന്താ, ഞാൻ നിനക്ക് വേണ്ടി പണിയെടുക്കണമെന്ന്? എന്നെ കൊണ്ട് നിന്റെ കീഴിൽ ജോലി ചെയ്യിക്കാൻ മാത്രം വളർന്നോ നീ? രോഹൻ കലിതുള്ളി. ഇങ്ങനെ നിന്ന് കലിതുള്ളേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആരെയും നിർബന്ധിച്ചതല്ലല്ലോ. താല്പര്യമില്ലെങ്കിൽ പോകാം. മാലിനി ഇവിടെ സുരക്ഷിതയായിരിക്കും. അനന്തൻ പറഞ്ഞു. ഞാൻ ഒരിടം വരെ പോയിട്ട് വരാം. മൃതസഞ്ജീവനയുടെ ഉടമസ്ഥരോട് ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യാം. എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ അവസരം നൽകണം. അനന്തനോട് അയാൾ അപേക്ഷിച്ചു. അനന്തൻ അതിന് സമ്മതം മൂളിയതും അയാൾ അതിവേഗം പുറത്തേക്ക് പോയി. ഇത് കണ്ട് മാലിനി അലോസരപ്പെട്ടു. എന്നെ രക്ഷിക്കാനെന്നും പറഞ്ഞു വന്നവനാ. ഇപ്പൊ കണ്ടില്ലേ, അനന്തന് വക്കാലത്ത് പറയാവുന്ന ഓടി നടക്കുന്നു. മാലിനി പിറുപിറുത്തു. രോഹൻ ശർമ്മ അവിടെ നിന്നും പോയതിന് പിന്നാലെ വാസുദേവൻ അനന്തനോട് ചോദിച്ചു. എന്തിനാ മോനെ അയാൾക്ക് ഇവിടെ നിൽക്കാൻ അനുവാദം നൽകിയത്? നീ ഇത് എന്തൊക്കെ പ്രശ്നങ്ങളിലേക്കാണ് ദിവസേന ചെന്ന് ചാടുന്നത്? അച്ഛനിങ്ങനെ ടെൻഷനാവാതെ. ശത്രു നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്നതാണ് നല്ലത് എന്നെനിക്ക് തോന്നി. അതാണ് അയാൾക്ക് ഞാൻ അനുവാദം നൽകിയതും. അയാൾ നാളെ എനിക്ക് വേണ്ടി സംസാരിക്കാം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. കാര്യങ്ങളെല്ലാം എന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അനാവശ്യ ഭയം ഒന്നും വേണ്ടച്ച, അനന്തൻ പറഞ്ഞു. ശരിയാണ് മോനെ, കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നിന്നെ പോലൊരു മകനുള്ളപ്പോ ഞാൻ ഒരിക്കലും ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. എനിക്കിപ്പോഴും തോന്നാറുണ്ട് നിനക്ക് നിന്റെ അമ്മയുടെ ധൈര്യമാണെന്ന്. നീ എന്നെ പോലെ വേഗം തളരില്ല. നിന്റെ അമ്മയും ഇതുപോലെയായിരുന്നു, വാസുദേവൻ പറഞ്ഞു. അച്ഛന്റെ വാക്കുകൾ കേട്ട് അനന്തന്റെ മുഖം പെട്ടെന്ന് മങ്ങി. എങ്കിലും അവൻ ഒരു പുഞ്ചിരി വരുത്തി. അച്ഛാ, നമ്മുടെ ആശുപത്രി അതിവേഗം വളരുമെന്ന് എനിക്ക് ഉറപ്പാ. നമ്മുടെ നിലവിലുള്ള വൈദ്യന്മാരെയൊക്കെ പുതിയ ചില ചികിത്സാ വിധികളും ഔഷധങ്ങളും പഠിപ്പിക്കണം. ഞാൻ അതിനുവേണ്ടി ഒരു പുസ്തകം തയ്യാറാക്കുന്നുണ്ട്, അനന്തൻ വാസുദേവനോട് പറഞ്ഞു. വാസുദേവൻ ആകെ ആശയക്കുഴപ്പത്തിലായി. അല്ലെങ്കിൽ തന്നെ നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലുമായിട്ടുള്ള പ്രശ്നം കാരണം അവർ ഇനി ഔഷധങ്ങളുടെ സപ്ലൈ നിർത്താൻ തീരുമാനിച്ചാൽ മുന്നോട്ട് നടത്താൻ കഴിയാതെ പൂട്ടിക്കെട്ടേണ്ടി വരും. ആ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് മകൻ വന്ന് ആശുപത്രിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പുസ്തകം എഴുതുന്നതിനെ പറ്റിയും നിലവിലെ വൈദ്യന്മാരുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട പദ്ധതികളെ പറ്റിയും പറയുന്നത്. എല്ലാ തരം ഔഷധങ്ങളെ കുറിച്ചുമുള്ള വിവരങ്ങൾ ഇന്റർനെറ്റിൽ ലഭ്യവുമാണ്. അതിലും ഉപരിയായി തന്റെ മകൻ എന്താണ് പുതുതായി എഴുതാൻ പോകുന്നത് എന്ന സംശയവും വാസുദേവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അനന്തന്റെ മുഖത്തെ ആത്മവിശ്വാസം കണ്ട വാസുദേവന് അതിനെ തല്ലിക്കെടുത്തുന്ന തരത്തിൽ ഒന്നും പറയാൻ തോന്നിയില്ല. അയാൾ മകന് സന്തോഷപൂർവ്വം പിന്തുണ നൽകി. അനന്തൻ താൻ എഴുതിയ പുസ്തകം അച്ഛന്റെ കയ്യിലേക്ക് നൽകി. വാസുദേവൻ അതിലെ ഓരോ താളുകൾ മറിച്ചു നോക്കുമ്പോഴും അയാളുടെ കണ്ണുകൾ തിളങ്ങി. അയാൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. ആയുർവേദത്തിലെ അമൂല്യമായ പല ഔഷധങ്ങളുടെയും കൂട്ടതിലുണ്ട്. പലതും അയാൾക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്തവ. ആയുർവേദ നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റൽ പോലും ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടർമാർക്ക് പോലും അറിയാത്തവയാണ് പലതും. മോനെ അനന്ത, ഇത് നിന്റെ കയ്യക്ഷരം തന്നെയാണല്ലോ. ഇത് എവിടുന്ന് നീ ഇത്രയും അധികം മരുന്നിന്റെ കൂട്ടുകൾ സംഘടിപ്പിച്ചത്? ഇത്രയും അമൂല്യമായ ഏത് ആയുർവേദ ഗ്രന്ഥമാണ് നിന്റെ പക്കലുള്ളത്? വാസുദേവൻ അത് ചോദിക്കുന്ന നേരം അയാളുടെ കണ്ണുകൾ ആകാംക്ഷയോടെ തിളങ്ങി. അനന്തൻ തന്റെ നാഗലോകത്തെ 2000 വർഷത്തെ ജീവിതം കൊണ്ട് നേടിയത് വെറും കളരിപ്പയറ്റിന്റെ വിദ്യ മാത്രമായിരുന്നില്ല. ഈ കാലയളവിൽ 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും 2 ഇതിഹാസങ്ങളും ഉൾപ്പെടെ സകല ഗ്രന്ഥങ്ങളും പഠിക്കുകയും അതിനോടൊപ്പം പഞ്ചഭൂതങ്ങളിലും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൂലോകത്തിൽ ഒരു മനുഷ്യജന്മം കൊണ്ട് ഇതിന്റെ 100% വിദ്യ പ്രാപ്തമാക്കാൻ പോലും ആർക്കും സാധിക്കില്ല. ഭൂമിയിൽ അഷ്ടസിദ്ധികളോടെയും ജന്മം കൊണ്ട ആദിശേഷന്റെ മനുഷ്യാവതാരത്തിന് ധന്വന്തരി മൂർത്തി സ്വയം അനുഗ്രഹിച്ചു നൽകിയതാണ് ആയുർവേദത്തിലെ ഈ ജ്ഞാനം. പക്ഷേ അനന്തൻ അറിയില്ലായിരുന്നു തന്റെ അച്ഛനെ ഈ വക കാര്യങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന്. നാഗലോകത്തെ തന്റെ ജീവിതവും അനുഭവങ്ങളും ഒക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ താൻ കള്ളം പറയുകയാണെന്ന് കരുതും. അതല്ലെങ്കിൽ തനിക്ക് ആക്സിഡന്റിന് ശേഷം തലയ്ക്ക് കാര്യമായ തകരാർ സംഭവിച്ചു എന്ന് കരുതും. അതല്ലാതെ ഇത്രയൊന്നും ഉൾക്കൊള്ളാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയില്ല. തന്റെ അച്ഛനും അനിയത്തെയും ഒക്കെ കേവലം സാധാരണ മനുഷ്യരാണ്. അനന്തൻ ഒന്ന് ദീർഘമായി ശ്വസിച്ചു. തൽക്കാലം അനന്തൻ അച്ഛന്റെ തൃപ്തിക്ക് വേണ്ടി ഒരു കള്ളക്കഥ പറയാം എന്ന് നിശ്ചയിച്ചു. അച്ഛ, എനിക്ക് ഈ മരുന്നുകളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥം ഭാർഗവൻ സാറ് സമ്മാനമായി തന്നിരുന്നു.
നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറി തിരികെ നൽകുന്ന സ്ഥിതിക്ക് അവയും എനിക്ക് ഉപകാരപ്പെടുമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകാം. ഏതായാലും അത് സത്യമായില്ലേ? ആ പുസ്തകം ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാം, കുറച്ച് ദിവസത്തിനകം. അതിനുള്ളിൽ അച്ഛൻ ഇവിടെ ബാക്കിയുള്ള അറ്റകുറ്റപ്പണികളൊക്കെ പണിക്കാരെ വിളിച്ച് പൂർത്തിയാക്കണം. അപ്പോഴേക്കും മൃതസഞ്ജീവനയിലെ ഔഷധ ചെടികളും ഇവിടെ എത്തും. അനന്തൻ കൃത്യമായി കണക്ക് കൂട്ടി ഓരോന്നും പറഞ്ഞു. വാസുദേവൻ സത്യത്തിൽ മകൻ പറഞ്ഞതിൽ പകുതിയും കേട്ടില്ല. അയാളുടെ മനസ്സ് മുഴുവൻ അവൻ നൽകിയ പുസ്തകത്തിലായിരുന്നു. അതിലെ രഹസ്യക്കൂട്ടുകൾ ഓരോന്നും അയാൾ വീണ്ടും വീണ്ടും വായിച്ചു. മോനെ, ഈ പുസ്തകത്തിലുള്ള ഓരോ മരുന്നും ഏത് അസുഖത്തിനെയും മുറിവിനെയും ഭേദമാക്കാൻ മാത്രം ശക്തിയുള്ളതാ. എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല ഭൂമിയിൽ ഇങ്ങനെ ഒരു ഔഷധ ഗ്രന്ഥം നിലവിലുണ്ടെന്ന്. അയാൾ അതിശയം മറയ്ക്കാൻ കഴിയാതെ പറഞ്ഞു. അച്ഛൻ ആ പുസ്തകം ഇഷ്ടമായതിൽ അനന്തന് വളരെയധികം സന്തോഷം തോന്നി. അവൻ പറഞ്ഞു, അച്ഛാ, എന്റെ കയ്യിൽ മറ്റൊരു പുസ്തകം കൂടി ഉണ്ട്. അതിലാണെങ്കിൽ രക്താർബുദത്തിന് പോലുമുള്ള ഒറ്റമൂല്യം ലഭ്യമാണ്. ഔഷധ സസ്യങ്ങൾ ഇവിടേക്കൊന്ന് എത്തിക്കോട്ടെ. നമുക്കിവിടെ ലുക്കീമിയ പോലും 100% സുഖപ്പെടുത്താം. മറ്റൊരു ആയുർവേദ ആശുപത്രിക്കും നിലവിൽ അവകാശപ്പെടാൻ കഴിയാത്ത പ്രസിദ്ധി നമുക്ക് നേടാൻ കഴിയും. അനന്തൻ അച്ഛന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ലുക്കീമിയയ്ക്ക് ഒറ്റമൂലിയോ? വാസുദേവൻ അതിശയത്തിന്റെ മേൽ ചോദിച്ച ചോദ്യം അല്പം ഉച്ചത്തിലായിപ്പോയി. അതിനാൽ തന്നെ അടുത്തുണ്ടായിരുന്ന സ്റ്റാഫുകളുടെയൊക്കെ ശ്രദ്ധ അവിടേക്ക് തിരിഞ്ഞു. വാസുദേവൻ അബദ്ധം പിണഞ്ഞതുപോലെ ചുറ്റിനും നോക്കി. കാരണം അയാൾക്ക് നല്ല ബോധ്യമുണ്ട് അവർ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥത ഏറ്റെടുത്തിട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനാൽ തന്നെ അവിടുത്തെ ജീവനക്കാരിൽ ആരെയൊക്കെ വിശ്വസിക്കണമെന്നും വിശ്വസിക്കരുത് എന്നും തിരിച്ചറിയാറായിട്ടില്ല എന്ന്. സുരഭിയോടും സിന്ധുവിനോടും ഒക്കെ കൂറുള്ള ജോലിക്കാർ ഇപ്പോഴും ഇവിടെ ഉണ്ടെങ്കിൽ അനന്തൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ അവരുടെയും ചെവിയിൽ എത്തുമെന്ന് അയാൾ മനസ്സിലാക്കി. അച്ഛാ, ലുക്കീമിയ മാത്രമല്ല, ബ്രെയിൻ ട്യൂമർ, പിന്നെ ആ നിരയിലുള്ള പലതരം അർബുദങ്ങൾ, എന്തിന് എയ്ഡ്സ് പോലും ചികിത്സിച്ച് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. അതിനല്ല നമ്മുടെ അച്ഛനങ്ങ് വന്നേ. അത്രയും പറഞ്ഞ അനന്തൻ ഗ്രന്ഥത്തെ പറ്റി പറയുന്നതിന് മുൻപ് നിർത്തി ചുറ്റും നോക്കി. വാസുദേവൻ ചിന്തിച്ചതുപോലെ തന്നെയാണ് അനന്തനും ഇപ്പോൾ ചിന്തിക്കുന്നത്. അച്ഛൻ വാ, നമുക്ക് അകത്തേക്ക് ചെന്ന് സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കാം, അനന്തൻ പറഞ്ഞു. അവരകത്തേക്ക് പോയതിന് പിന്നാലെ അവിടുത്തെ ജീവനക്കാർ അടക്കം പറയാൻ തുടങ്ങി. അവരിൽ ചിലരെല്ലാം ആ സംഭാഷണം ഭൂരിഭാഗവും കേട്ടിട്ടുണ്ട്. നീ കേട്ടോ അനന്തൻ സാറ് പറഞ്ഞത്? ലുക്കീമിയയും എയ്ഡ്സും പോലെയുള്ള രോഗങ്ങളും ഈ ഹോസ്പിറ്റലിൽ ചികിത്സിച്ച് മാറ്റുമത്രേ. പക്ഷെ അതെങ്ങനെയാ? ഇതിനൊക്കെയുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ട് പോലും ഇല്ലല്ലോ. ഇനി അഥവാ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിൽ പോലും ഇതിനൊക്കെയുള്ള ചികിത്സയും മരുന്നും ലഭ്യമല്ല. പിന്നെങ്ങനെയാ ആർക്കും അറിയാത്ത മരുന്നുകൾ അനന്തൻ സാറിന് മാത്രം അറിയാൻ കഴിയുന്നത്? എനിക്ക് തോന്നുന്നതേ അനന്തൻ സാറ് സ്വന്തം അച്ഛന്റെ മുന്നിൽ വലിയ ആളാവാൻ വേണ്ടി പറയുന്നതാണെന്നാ. ഈ ഹോസ്പിറ്റലിന്റെ അവസ്ഥ കണ്ടാൽ ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കോ? ആ അതേന്നേ, ഇപ്പൊ തന്നെ ദിവസവും ഓരോ ആളുകൾ വന്ന് അനന്തൻ സാറുമായിട്ട് പ്രശ്നം ഉണ്ടാക്കലാണ്. ഇന്ന് ആകെ വന്നത് 2 രോഗികളും. അത് വന്ന ഉടനെ തന്നെ ചുമയ്ക്കും മുട്ടുവേദനയ്ക്കുള്ള മരുന്നുകളും വാങ്ങി സ്ഥലവും വിട്ടു. ഇക്കണക്കിന് പോയാൽ നമ്മൾ വേറെ സ്ഥലത്ത് ജോലി അന്വേഷിച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ നീണ്ടു നഴ്സുമാരുടെ ചർച്ച. അതിനിടയിൽ അരുന്ധതി സ്കൂൾ വിട്ടു വന്നു. പതിവിന് വിപരീതമായി അന്ന് അവളെ ഒരു അധ്യാപകൻ സ്വന്തം കാറിൽ കൊണ്ടുവന്ന് വിടുകയാണ് ചെയ്തത്. ആ കാറിൽ നിന്നിറങ്ങിയ അരുന്ധതിയുടെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നത് ശ്രദ്ധിച്ച വാസുദേവനും അനന്തനും അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്താ സാർ, എന്താ മോളുടെ കണ്ണ് കലങ്ങിയിരിക്കുന്നത്? സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? വാസുദേവൻ ചോദിച്ചു. അരുന്ധതിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നല്ല, അരുന്ധതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്നാണ് ചോദിക്കേണ്ടത്. ഇതുവരെ ഒരു പരാതിയും ആരെക്കൊണ്ടും പറയിപ്പിക്കാത്തൊരു കുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് പാരന്റ്സിനോട് സംസാരിച്ച് ഒരു വാണിംഗ് തരാമെന്ന് കരുതിയത്. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടേനെ. സാർ പറയുന്നത് കേട്ട് അരുന്ധതി കരയുകയാണ്. ഇത് കേട്ട് പരിഭ്രമിച്ച വാസുദേവൻ കാര്യം എന്താണെന്ന് തിരക്കി. അരുന്ധതി സ്കൂളിലെ സീനിയർ സ്റ്റുഡന്റ് ആണ്. താഴെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളൊക്കെ ഇവരെയാവും അനുകരിക്കുക. സ്കൂളില് മേക്കപ്പ്, ഡ്രസ്സിങ് എല്ലാത്തിനും അതിൻ്റെതായ രീതികളുണ്ട്. അരുന്ധതി ഇന്ന് വരെ അതൊന്നും തെറ്റിച്ചിട്ടുമില്ലായിരുന്നു. പക്ഷെ ഇന്ന് അവൾക്ക് കിട്ടിയ പ്രണയലേഖനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. സ്കൂൾ മുഴുവൻ ഇവളെ പറ്റിയായിരുന്നു ചർച്ച. സാർ പറയുന്നത് കേട്ട് അനന്തൻ അവളെ നോക്കി. താൻ കൊടുത്ത ചുവന്ന ഗുളികയുടെ ഫലം നന്നായി പ്രകടമാകുന്നുണ്ട് അവളിൽ. ഒരു അപ്സര കന്യകയെ പോലെ നിൽക്കുകയാണ് അരുന്ധതി. അനന്തൻ ചുറ്റും നോക്കി.
എല്ലാവരും അരുന്ധതിയെ കണ്ട് കൗതുകത്തോടെ തന്നെയാണ് നോക്കുന്നത്. ഏവരും ആകർഷിക്കപ്പെടുന്ന സൗന്ദര്യം. അത് പക്ഷേ അവൾക്ക് സ്കൂളിൽ വിനയാകുമെന്ന് താൻ തീരെ കരുതിയില്ല. മകളെപ്പറ്റി ഇങ്ങനെയെല്ലാം കേൾക്കുന്ന ഏതൊരച്ഛന്റെയും മാനസികാവസ്ഥയായിരുന്നു വാസുദേവനിലും. അയാൾ അപമാന ഭാരത്തോടെ മകളെ തല്ലാനായി പിടിച്ചു. അധിക സൗന്ദര്യം അരുന്ധതിക്ക് വിനയാകുമോ? അധ്യായം 35. പതിവില്ലാതെ അധ്യാപകനോടൊപ്പം സ്കൂളിൽ നിന്ന് തിരികെ വന്ന അരുന്ധതിയെ കണ്ട് അനന്തനും വാസുദേവനും എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അരുന്ധതിയുടെ കയ്യിൽ നിന്നും ഒന്നിലധികം പ്രണയലേഖനങ്ങൾ കിട്ടിയതാണ് വിഷയമെന്ന് അധ്യാപകൻ കോപത്തോടെ പറഞ്ഞു. താൻ കൊടുത്ത മരുന്നിന്റെ ഫലമാണ് ഇതെല്ലാം എന്ന് അനന്തൻ തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും മകളെപ്പറ്റി അപമാനകരമായ പരാതികൾ കേട്ട് വാസുദേവൻ നിയന്ത്രണം വിട്ടുപോയിരുന്നു. അയാൾ അരുന്ധതിയോട് ദേഷ്യപ്പെട്ടു. മകളെപ്പറ്റി അരുതാത്തത് കേട്ട അച്ഛന്റെ കോപം അയാളിൽ നന്നായി തന്നെ പ്രകടമായിരുന്നു. മതി മതി, മോളെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തിയാ മാത്രം മതി, അല്ലാതെ ചീത്ത പറയാനും തല്ലാനും ഒന്നും നിൽക്കണ്ട. അതും പറഞ്ഞ് അവളുടെ അധ്യാപകൻ അവിടെ നിന്നും പോയി. എന്താനു ഞാനീ കേട്ടത്? വാസുദേവൻ ചോദിച്ചു. അച്ഛ, എന്നെ സ്കൂളിലുള്ളവരും മുഴുവൻ തെറ്റിദ്ധരിച്ചതാ. ഇനി അച്ഛനും കൂടി ഇങ്ങനെ പറയില്ലേ. ഞാൻ ബാറിലൊക്കെ ജോലി ചെയ്തിരുന്നത് കൊണ്ട് അവിടെയുള്ള മറ്റു പെൺകുട്ടികളെ പോലെ ഞാനും ഇങ്ങനെ ഇത്രയധികം മേക്കപ്പ് ചെയ്ത് ശീലിച്ചതാണെന്നൊക്കെയാ സ്കൂളിൽ എല്ലാവരും പറയുന്നത്. പക്ഷെ അച്ഛ, സത്യമായിട്ട് ഞാൻ ഒരു തരി മേക്കപ്പ് പോലും എന്റെ മുഖത്തിട്ടിട്ടില്ല. ആകെ അല്പം കൺമഷി പുരട്ടിയതൊഴികെ. അതും പറഞ്ഞ് അവൾ ബാഗിൽ നിന്നും ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് മുഖം അമർത്തി തുടച്ചു കാണിച്ചു. ചുണ്ടിലും കവിളിലും ഒന്നും അല്പം പോലും ഫൗണ്ടേഷന്റെയോ ലിപ്സ്റ്റിക്കിന്റെയോ അംശം കാണാനുണ്ടായിരുന്നില്ല. അതോടെ വാസുദേവന്റെ കോപം തണുത്തു. അച്ഛ, അനു പറയുന്നത് സത്യമാണെന്നേ ഞാനും പറയും. അവളെ നമുക്കറിയില്ലേ. അച്ഛന് തോന്നുന്നുണ്ടോ ഇങ്ങനെ പ്രണയാഭ്യർത്ഥനകൾ കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം ഒരുങ്ങിച്ചമഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി അനു ക്ലാസ്സിലേക്ക് പോകുന്നു? എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല. അനന്തൻ പറയുന്നത് കേട്ട് വാസുദേവന് അല്പം ജാള്യത തോന്നി. ഒരു നിമിഷമെങ്കിലും മകളെ അവിശ്വസിച്ചതിൽ അയാൾക്ക് വിഷമമുണ്ടായിരുന്നു. അയാൾ അരുന്ധതിയുടെ മുടിയിൽ അലിവോടെ തലോടി. എന്തായാലും നിന്റെ സ്കൂളിലേക്ക് നാളെ ഞാനും കൂടി വരുന്നുണ്ട്. നിന്നെപ്പറ്റി മറ്റുള്ളവർ അപവാദം പറയാൻ കാരണക്കാരായവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എനിക്ക്, അനന്തൻ പറഞ്ഞു. വാസുദേവൻ അനന്തനെ രൂക്ഷമായി ഒന്ന് നോക്കി. മകളുടെ സ്കൂളിലേക്ക് മകൻ ഒരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ചെല്ലുന്നതിനോട് അയാൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അയാൾ അരുന്ധതിയെ നോക്കി. മോളോടൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നുകയാണെങ്കിൽ അത് ആ വ്യക്തി അറിയുന്നതിന് മുൻപ് നീ ഞങ്ങളോട് പറഞ്ഞിരിക്കണം. അതുമാത്രമല്ല, നിന്റെ ഈ പ്രായം ഒരിക്കലും ഇതിനു വേണ്ടിയുള്ളതല്ല. ഇപ്പോ നന്നായി പഠിച്ചു മുന്നേറുക. കോളേജ് വിദ്യാഭ്യാസം കൂടി കഴിഞ്ഞ ശേഷം നിനക്ക് ആരെയെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായും ഞങ്ങൾ നിന്റെ ഇഷ്ടത്തിന്റെ ഒപ്പം നിൽക്കും. സ്വന്തം കാലിൽ നിന്ന ശേഷം ആ പ്രായത്തിൽ നീ ഒരാളെ കണ്ടെത്തിയ അതൊരു തെറ്റായ സെലക്ഷൻ ആവാനുള്ള സാധ്യത കുറവാ. ഇപ്പോ ഈ പക്വതയില്ലാത്ത പ്രായത്തില് നിനക്ക് ജീവിത പങ്കാളിയെ കുറിച്ച് തെറ്റായ കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളും ആകാനാണ് സാധ്യത. അതുകൊണ്ട് യഥാർത്ഥ സമയം വരുന്നത് വരെ മോള് പഠിത്തത്തിൽ മാത്രമായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. അച്ഛൻ പറയുന്നത് കേട്ട് അരുന്ധതിക്ക് ലേശം ചമ്മൽ തോന്നി. അവൾ പറഞ്ഞു, എന്താ അച്ഛാ, എന്നോട് ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? സത്യം പറഞ്ഞ ഈ വിഷയത്തെ പറ്റി ഇത്രയും ആധികാരികമായിട്ട് ഉപദേശം കേൾക്കാൻ പോലും എനിക്ക് സമയമായിട്ടില്ല. അച്ഛൻ പറഞ്ഞതുപോലെ പഠനം മാത്രമേ ഇപ്പൊ എന്റെ തലയിലുള്ളൂ. ഇനി ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് സ്വന്തം കാലിൽ നിന്നാൽ പോലും എന്റെ അച്ഛന്റെയും ഏട്ടന്റെയും ഒപ്പം കഴിയുന്ന അത്ര നാൾ ഇവിടെ എനിക്ക് കഴിയണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ മറ്റൊരാൾക്കൊപ്പം പോകുന്നത് ഇപ്പോഴേ പ്രാധാന്യം നൽകുമെന്ന് തോന്നുന്നുണ്ടോ? അരുന്ധതി ചോദിച്ചു. ശരി ശരി, അച്ഛൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തു. മോൾ ഒരു കാര്യം മാത്രം മനസ്സിൽ വെച്ചാൽ മതി. നമ്മുടെ ജീവിതം നിറയെ അനീതിയും അവഗണനയും നഷ്ടങ്ങളും ദുരിതങ്ങളും മാത്രമായിരുന്നു. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇതിൽ നിന്നെല്ലാം ഉള്ള ശാശ്വതമായ മോചനമായിരിക്കണം ലക്ഷ്യം. അതിനു വേണ്ടി ആവണം നമ്മളിനി ഓരോ ചുവടും വെക്കേണ്ടത്. പിന്നെ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഒരുപാട് അപകടങ്ങളിൽ നിന്ന് സ്വയം രക്ഷിക്കാനും നീ പ്രാപ്തിയാകണം, വാസുദേവൻ പറഞ്ഞു. അരുന്ധതിക്ക് മനസ്സിലാകുന്നുണ്ട് അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം. പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ജീവിത പരിചയവും അവൾ ആർജിച്ചു കഴിഞ്ഞു.
സാഹചര്യം കൊണ്ട് മാത്രം ബാറിൽ ജോലി ചെയ്യേണ്ടി വന്നപ്പോഴും അവൾ ഇങ്ങനെയുള്ള പല അപകടങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. തന്റെ ദേഹത്ത് വീഴുന്ന ഓരോ കണ്ണുകളുടെയും അർത്ഥം അവൾക്ക് വേർതിരിച്ചറിയാം. അങ്ങനെയിരിക്കെ ഒന്നോ രണ്ടോ പൈങ്കിളി പ്രേമലേഖനത്തിൽ ജീവിതം വഴുതി പോകാൻ മാത്രം ലോലമല്ല ഇപ്പോൾ അവളുടെ മനസ്സ്. അരുന്ധതിയുടെ ചിന്തകൾ പാളം തെറ്റി നീങ്ങുന്നത് അവളുടെ കണ്ണിൽ നിന്ന് മനസ്സിലാക്കിയ അനന്തൻ അവളെ സമാധാനിപ്പിച്ചു. മോൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ എന്നെയും അച്ഛനേക്കാളും ഒക്കെ നീയാവും സഹിച്ചത്. ഇനി ആ ജീവിതം മോളെ തേടി തിരികെ വരില്ല. ഞാനുണ്ട് കൂടെ. തൽക്കാലം ഞാൻ നാളെ സ്കൂളിലേക്ക് വന്ന് ഇന്നത്തെ പ്രശ്നത്തിന് പരിഹാരം കാണാം. അനന്തൻ പറയുന്നത് കേട്ട് അരുന്ധതി ഞെട്ടി. കഴിഞ്ഞ ദിവസം ഏട്ടൻ സ്കൂളിൽ വന്നതുകൊണ്ടുണ്ടായ പുകില് അവൾക്ക് ഓർമ്മ വന്നു. എന്തോ ഭാഗ്യത്തിന് അത് വലിയ പ്രശ്നമായില്ല. ഇന്നിപ്പോൾ വീണ്ടും അവൾ വിമിഷ്ടത്തോടെ അനന്തനെ നോക്കി. മോനെ, നീ ഇനി സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യം എന്താ? ഇനി അധികം പ്രശ്നം ഉണ്ടായ അത് മനുവിനെ തന്നെ ആവും ബാധിക്ക. വാസുദേവൻ ഉപദേശിച്ചു. ഇല്ലച്ചാ, ഞാൻ അവളെ വെറുതെ പേടിപ്പിക്കാൻ പറഞ്ഞതാ. ശരിക്കും ഞാൻ നാളെ പോകുന്നത് എന്റെ മുടങ്ങിപ്പോയ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ് ശരിയാക്കാന്. അവളെ സ്കൂളിൽ കൊണ്ടുവിട്ട ശേഷം ഞാൻ കോളേജിൽ പോയി പഠനം തുടരാൻ വേണ്ട ഫോർമാലിറ്റികളെ പറ്റി അന്വേഷിക്കാം. അച്ഛനും കുറെ നാളായിട്ടുള്ള ആഗ്രഹമല്ലേ എന്റെ പഠനം. അനന്തൻ പറഞ്ഞു. സത്യത്തിൽ അനന്തൻ ഇനി ഭൂമിയിലെ ഒരു കോളേജുകളിലും പോയി അറിവ് നേടേണ്ട കാര്യമില്ല. എന്നിരുന്നാലും 2 വർഷം മുൻപുള്ള തന്റെ ജീവിതം എവിടെ നിന്നുമാണ് നിന്നു പോയത് അവിടെ വെച്ച് തന്നെ വീണ്ടും തുടങ്ങണമെന്ന് തോന്നി. അതിനാൽ മാത്രമാണ് അനന്തൻ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. സത്യമാണോ ഏട്ടാ? അപ്പോ ഏട്ടൻ ഇനി മുതൽ എന്നും എന്റെ ഒപ്പം സ്കൂളിലേക്ക് വരുമോ? 1 വർഷം കൂടി കഴിഞ്ഞ് ഞാനും കോളേജിലേക്ക് കയറുമ്പോ എന്റെ ഏട്ടൻ അവിടെ സീനിയർ. അത് കൊള്ളാം. അരുന്ധതി സന്തോഷത്തോടെ പറഞ്ഞു. അന്ന് അവർ മൂവരും വളരെയധികം സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് ഏറ്റവും ആദ്യം ഉണർന്നത് അരുന്ധതിയായിരുന്നു. അവൾ അത്രയേറെ ആവേശത്തിലായിരുന്നു വന്ന്. ഓടി നടന്ന് അനന്തനും തനിക്കും അച്ഛനും കൊണ്ടുപോകാനുള്ള ചോറ്റുപാത്രമൊക്കെ തയ്യാറാക്കി നേരത്തെ തന്നെ അവൾ ഒരുങ്ങിയിറങ്ങി. ബസ്സിലിരിക്കുമ്പോൾ മുതൽ ആൺകുട്ടികളുടെ നോട്ടം അവളുടെ മേൽ പാളി വീഴുന്നുണ്ട്. അവളുടെ ശരീരമല്ലാതെ സൗന്ദര്യം മറയ്ക്കാൻ അവൾക്ക് കഴിയില്ലല്ലോ. സ്കൂളിലെത്തിയപ്പോഴും ബസ്സിൽ അവളെ ശ്രദ്ധിച്ച പയ്യന്മാർ അവളെ പിന്തുടരുന്നുണ്ട്. അവൾക്കൊപ്പം അനന്തൻ സ്കൂൾ ഗേറ്റ് വരെയും ചെന്നത് കണ്ട് ആ പയ്യന്മാർ പരസ്പരം പറഞ്ഞു. ഇവൻ കേറിയപ്പോ മുതൽ അവളുടെ ഒപ്പം ഉണ്ടല്ലോ. കണ്ടിട്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന ലക്ഷണമൊന്നുമില്ല. ഇനി ഈ പെണ്ണിന്റെ കാമുകനെങ്ങാനാവോ? രണ്ടിന്റെ നടത്തം കണ്ടിട്ട് വളരെയധികം പരിചയം അടുപ്പമുള്ളതുപോലെ തോന്നുന്നുണ്ട്. അവർ അനന്തനെ പറ്റി പല സംശയങ്ങളും ഉന്നയിച്ചു. അനന്തന് 20 വയസ്സ് പ്രായമുണ്ടെങ്കിലും അവനെ കണ്ടാൽ ഒരു 17 വയസ്സിനോട് അടുപ്പിച്ചേ തോന്നും. കാരണം നാഗലോകത്ത് അവൻ സേവിച്ച വിശിഷ്ടമായ മരുന്ന്, പ്രായം കുറച്ചു തോന്നിക്കുന്ന നിത്യ യൗവനം നൽകുന്ന മരുന്ന് സേവിച്ചതിന്റെ ഫലമാണിത്. അനന്തേട്ടാ, ഞാനേ പ്രിൻസിപ്പലിന്റെ ഓഫീസ് വരെ കൊണ്ടുവിടാം. എനിക്ക് ക്ലാസ്സിലേക്ക് പോകാൻ നേരമായി. അല്ലായിരുന്നെങ്കിൽ ഏട്ടന്റെ കൂടെ ഞാനും അദ്ദേഹത്തെ കാണാൻ നിന്നേനെ. അരുന്ധതി നിസ്സഹായതയോടെ പറഞ്ഞു. ആണോ വല്യേച്ചി? നീ ഈ പാവം കുഞ്ഞിച്ചക്കനെ പ്രിൻസിപ്പാളിന്റെ ഓഫീസ് വരെ കൊണ്ടാക്കുവോ? എന്റെ മോളൊരു കാര്യം മറന്നുപോയി. നിനക്ക് മുൻപേ ഇവിടെ പഠിച്ചിറങ്ങിയവനാ ഞാൻ. എനിക്കറിയാത്തതാണോ ഇതൊക്കെ? ഞാനേ എന്റെ ഈ ആവശ്യം ഇന്നലെ തന്നെ ഭാർഗവൻ സാറിനോട് സംസാരിക്കുന്നതിനിടെ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം ഇപ്പൊ എനിക്ക് വേണ്ടി പ്രിൻസിപ്പാളിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നീ എന്റെ കാര്യമൊക്കെ വിട്ടിട്ട് ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കാൻ നോക്ക്. അനന്തൻ പറഞ്ഞു. അനന്തനെ സംബന്ധിച്ച് ഇത് നിസ്സാരമായിരുന്നുവെങ്കിലും അരുന്ധതിക്ക് ഇതെല്ലാം എന്തോ വലിയ കാര്യമാണെന്നാണ് വിചാരം. അവൾ അബദ്ധം പറ്റിയതുപോലെ ചിരിച്ചു. ശേഷം ക്ലാസ്സിലേക്ക് പോയി. അനന്തൻ അവിടെ നിന്ന് ചുറ്റും നോക്കി. സ്കൂൾ ബിൽഡിംഗ്, അതിന്റെ ഒരു വശത്തായി കോളേജ് ബ്ലോക്ക് എല്ലാം പഴയതുപോലെ തന്നെ. പക്ഷേ അനന്തൻ അവയെല്ലാം ഒരുപാട് മാറി എന്നൊരു പ്രതീതിയും ഒപ്പമുണ്ടായി. 2 വർഷം മുൻപുള്ള തന്റെ ജീവിതം കൺമുൻപിൽ കാണുന്നത് പോലെ തോന്നി അനന്തന്. എവിടെ നിന്ന് നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങണമെന്ന് അവൻ മനസ്സിൽ കുറിച്ചിട്ടു. സ്കൂളിലെ കുട്ടികളിൽ ചിലർ അനന്തനെ ശ്രദ്ധിക്കുന്നത് അവൻ കണ്ടുവെങ്കിലും അവൻ അതത്ര ഗൗനിച്ചില്ല. അനന്തൻ നേരെ പ്രിൻസിപ്പാളിന്റെ ഓഫീസിലേക്ക് നടന്നു. പ്രിൻസിപ്പൽ ഓഫീസിൽ കോളേജ് ലെക്ചർ ആണെന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. ഒരു അധികാരഭാവം ആ സ്ത്രീയുടെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൽ സർ, ഇതെനിക്ക് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. എന്റെ ക്ലാസ്സിൽ കഴിവും ബുദ്ധിയുള്ള ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതുപോലൊരു മന്ദബുദ്ധിയെ ക്ലാസ്സിൽ ഇരുത്താൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇതിന് സമ്മതിക്കില്ല, അവർ പറഞ്ഞു. പ്രൊഫസർ വിദ്യാലക്ഷ്മി,
നിങ്ങൾ എന്തീ പറയുന്നേ? മന്ദബുദ്ധിയോ? ആര്? അനന്തനാ? പ്രൊഫസർ ഒന്നും മറക്കരുത്, ഇവിടെ പഠിച്ചിരുന്ന സമയം ഇവിടത്തെ ടോപ്പർ ആയിരുന്നു അവൻ. നിർഭാഗ്യവശാൽ ഒരു അപകടം പറ്റിയതാണ് അവന്റെ 2 വർഷം നഷ്ടപ്പെടാനുള്ള കാരണം. ആരോഗ്യം വീണ്ടെടുത്ത ശേഷം പഠനം തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? പ്രിൻസിപ്പൽ ചോദിച്ചു. പ്രിൻസിപ്പൽ സർ, ഇനി എന്തൊക്കെ പറഞ്ഞാലും അനന്തനെ തിരിച്ചെടുക്കുന്നതിനോട് എനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞതിന് ഒരു മാറ്റമില്ല. അല്ലെങ്കിൽ തന്നെ ഈ അനന്തൻ നമ്മുടെ പ്രൊഫസർ ഗംഗാധരന്റെ ക്ലാസ്സിലായിരുന്നില്ലേ? അദ്ദേഹത്തിന് പോലും അവനെ തിരിച്ചെടുക്കാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മള്? വിദ്യാലക്ഷ്മി ചോദിച്ചു. പ്രിൻസിപ്പൽ അനന്തനെ തിരികെ എടുക്കുന്നില്ല എന്ന തീരുമാനമെടുക്കാതെ വീണ്ടും എന്തോ ആലോചിച്ചിരിക്കുന്നത് കണ്ട പ്രിൻസിപ്പാളിനോട് മുഖം കറുപ്പിച്ചുകൊണ്ട് വിദ്യാലക്ഷ്മി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവർ പുറത്തേക്ക് ഇറങ്ങിയതും അനന്തൻ ഓഫീസ് റൂമിലേക്ക് കയറാൻ ഭാവിച്ചതും ഒരുമിച്ചായിരുന്നു. മുൻകോപം തലയ്ക്ക് പിടിച്ച വിദ്യാലക്ഷ്മിയുടെ ചാടിത്തുള്ളിയുള്ള വരവിൽ ഇരുവരും പരസ്പരം ദേഹത്തിടിച്ചു നിന്നു. വിദ്യാലക്ഷ്മി ദേഷ്യത്തോടെ അനന്തനെ അടിമുടി ഒന്ന് നോക്കി. ഇനി എന്തായിരിക്കും വിദ്യാലക്ഷ്മിയുടെ പ്രതികരണം?